ആകാശവാണി. നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച കുട്ടിയെ അതിസാഹസികമായി രക്ഷിച്ച ബൈക്ക് യാത്രികനെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ആദ്യം. കയ്പമംഗലം ദേശീയപാതയിലൂടെ സാധാരണ പോലെ ഒഴുകുകയായിരുന്നു വാഹനങ്ങൾ. ഓടിക്കൊണ്ടിരുന്ന കാർ ഒരു കുഴിയിൽ ചാടിയതും നിയന്ത്രണം വിട്ട് പിൻവശത്തെ ഡോർ മലർക്കി തുറന്നു. കാറിനുള്ളിലിരുന്ന പിഞ്ചുകുഞ്ഞ് റോഡിലേക്ക് തെറിച്ചു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു. എന്നാൽ ആ നിമിഷം വിധിക്ക് തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ പിന്നാലെ ബൈക്കിൽ വരികയായിരുന്ന പറവൂർ സ്വദേശി അനീഷ് തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി കുഞ്ഞ് റോഡിലേക്ക് വീഴുന്നതിന് മുൻപ് ആ കുഞ്ഞു ജീവനെ ചേർത്തുപിടിച്ചു. തങ്ങളുടെ ഏക മകൾ സയാനയെ അപകടം കൂടാതെ തിരികെ കിട്ടിയ സന്തോഷം മാള സ്വദേശികളായ നൌഷാദും റുക്സാനയും പങ്കുവച്ചു. ഒപ്പം അനീഷിനോടുള്ള പകരം വയ്ക്കാനാവാത്ത നന്ദിയും. റോഡിലെ കുഴികളും തടസ്സങ്ങളും അപകടം വിതയ്ക്കുന്ന വാർത്തകൾ തുടർക്കഥകളാകുമ്പോൾ അനീഷിന്റെ ഈ ധീരത ഒരു വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. നാം അറിയാതെ വന്നെത്തുന്ന ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നിമിഷമെന്ന് തന്നെ പറയേണ്ടി വരും. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് 50 വർഷങ്ങൾക്കിപ്പുറം ചന്ദ്രന്റെ ചാരത്തെത്തി മടങ്ങിയ ആർടെമിസ് 2 ദൌത്യം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഏപ്രിൽ 6-ന് ചന്ദ്രന്റെ അങ്ങേപ്പുറം സന്ദർശിച്ച 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികളും 10 ദിവസത്തെ ഐതിഹാസിക യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ ശനിയാഴ്ച പസഫിക് സമുദ്രത്തിലാണ് ഓറിയൻ ക്യാപ്സ്യൂൾ പതിച്ചത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവർ സുരക്ഷിതരാണ്. ചന്ദ്രന്റെ ഇരുണ്ട വശത്തുകൂടെയുള്ള 7 മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ സൂര്യഗ്രഹണം, ഉൽക്കാപതനങ്ങൾ, ഭൂമിയുടെ ഉദയവും അസ്തമയവും എന്നിവ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആർടെമിസ് 2 വിജയകരമായതോടെ നാസയുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി ചന്ദ്രനിലേക്ക് മനുഷ്യരെ വീണ്ടും എത്തിക്കാനുള്ള 2 സുപ്രധാന ദൌത്യങ്ങൾ 2028 നടക്കും. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം ബേസ് ക്യാമ്പ് നിർമ്മിക്കാനും നാസ ലക്ഷ്യമിടുന്നു. മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരങ്ങൾ കീഴടക്കുന്നതിനും ഈ ദൌത്യത്തിന്റെ വിജയം അടിത്തറയിടുന്നു. കേരള പോലീസിന്റെ അശ്വാരൂഢ സേനയിലേക്ക് 5 കുതിരകൾ കൂടിയെത്തി. തോറോ ബ്രീഡർ ട്രൂപ്പർ എ വിഭാഗത്തിൽപ്പെടുന്ന 2 പെൺകുതിരകളും 3 ആൺകുതിരകളുമാണ് സേനയുടെ ഭാഗമായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സഹാരൻപൂർ കോർപ്സിൽ നിന്നാണ് കുതിരകളെ എത്തിച്ചത്. കരസേനയിൽ കുതിരകൾക്ക് 1 വർഷത്തെ പരിശീലനവും നൽകിയിട്ടുണ്ട്. ഇനി ലഘുവായ പരിശീലനം മാത്രമേ ഇവയ്ക്ക് ആവശ്യമായി വരികയുള്ളൂ. 2 ആഴ്ച കുതിരകൾക്ക് ക്വാറന്റൈനും ഏർപ്പെടുത്തി. അതിനുശേഷം പരിശീലനം ആരംഭിക്കും. തിരുവനന്തപുരം ജഗതി കണ്ണേറ്റുമുക്കിലെ അശ്വാരൂഢ സേനയുടെ ഓഫീസിലാണ് കുതിരകളുള്ളത്. കേരള പോലീസിന്റെ ഏക അശ്വാരൂഢ സേന തിരുവനന്തപുരം സിറ്റി പോലീസിന്റേതാണ്. കഴിഞ്ഞ വർഷം കരസേനയുടെ 8 കുതിരകളെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആവശ്യക്കാർ ഏറെ ആയതിനാൽ 3 എണ്ണത്തിനെയാണ് ലഭിച്ചത്. 7 വയസ്സുവരെ പ്രായമുള്ള കുതിരകളാണ് പുതിയ സംഘത്തിലുള്ളത്. അശ്വാരൂഢ സേനയിലെ ഉദ്യോഗസ്ഥർ രാജസ്ഥാനിലെ കേന്ദ്രത്തിൽ പോയി ട്രെയിൻ മാർഗമാണ് 5 കുതിരകളെയും തലസ്ഥാനത്തെത്തിച്ചത്. നിലവിൽ 19 കുതിരകളാണ് സംസ്ഥാനത്തെ അശ്വാരൂഢ സേനയിലുള്ളത്. ഇവയിൽ 4 എണ്ണം ഡീകമ്മീഷനിലാണെന്നും അധികൃതർ അറിയിച്ചു. തൃശൂർ പൂരത്തിനൊരുങ്ങുന്നു. ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. വെടിക്കെട്ടും മേളവും വിവിധ നിറങ്ങളും ഇനി തൃശൂരിനെ വർണ്ണാഭമാക്കും. പൂരപ്പന്തലുകൾ മണ്ണിൽ ഉയർന്നു തുടങ്ങി. 20-ന് കൊടിയേറ്റം നടക്കും. പ്രധാന സംഘാടകരായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് പുറമെ 8 ഘടക ക്ഷേത്രങ്ങളിലും പൂരക്കൊടികൾ ഉയരും. കൊടിയേറ്റത്തിന് ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ പറയെടുപ്പിനായി ദേശങ്ങളിലേക്ക് എഴുന്നള്ളുന്നതോടെ ആവേശം മുറുകും.
എഞ്ചിനീയറും തൃശൂർ പൂരം ഏകോപന സമിതിയുടെ പ്രസിഡന്റും ഏറെക്കാലമായി പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ശ്രീ എം ഉണ്ണികൃഷ്ണൻ. അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്ന 3 നിലയിലാണ് ഉത്സവങ്ങൾ കൊടിയേറുന്നത്. തൃശൂർ പൂരം പടഹാദി എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. പ്രത്യേക കൗങ്ങിൽ അന്ന് ഉണ്ടാക്കി കെട്ടി ഉയർത്തുന്ന ഒരിതിൽ ഉയർത്തുന്ന കൊടിയാണ് തൃശൂർ പൂരത്തിന്റെ കൊടി. മറ്റുള്ള 2 വിഭാഗത്തിലെയും കൊടി ഉയർത്തുന്ന അവിടുത്തെ തന്ത്രിമാരാണ്. ഇതിൽ പടഹാദിയിൽ ഉയർത്തുന്നത് ഞങ്ങൾ ആഘോഷ കമ്മിറ്റിക്കാരാണ് കൊടി ഉയർത്തുന്നത്. ചെത്തി ഒരുക്കിയ കൗങ്ങിൻ ഡുമ്മിൽ കെട്ടി ആ കൗങ്ങിന്റെ മുകളിൽ ആണ് കൊടി ഉയർത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. താഴെ നിന്ന് വലിച്ചു മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ആ 10 ഘടകപൂരങ്ങളും പല സമയത്താണ് കൊടിയേറുന്നത്. കൊടി ഉയരുന്നതോടുകൂടി തൃശ്ശൂർ ഈ ഉത്സവ ലഹരിയിലെത്തുന്നു. അതിന്റെ പാരമ്യത്തിലെത്തുന്നത് കൊടിയേറ്റത്തോടു കൂടിയാണ്. പിന്നെയുള്ള 6 ദിവസവും തൃശ്ശൂർ ഉത്സവ ലഹരിയിലാണ്. 24-ലെ സാമ്പിൾ വെടിക്കെട്ടിലും ചമയ പ്രദർശനങ്ങളിലും ആരവം ആകാശം തൊടും. പൂരത്തലേന്ന് തെക്കേ ഗോപുരനട തുറന്നിടുന്നതോടെ പൂരാവേശം കൊടുമുടിയിലെത്തും. പൂരം ദിവസമായ 26-ന് പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പും മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവുമെല്ലാം ആസ്വാദകരെ ആവേശക്കൊടുമുടി കയറ്റും. പിറ്റേന്ന് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിനായി ജനസമുദ്രം കാതോർക്കും. 27-ന് രാവിലെ നടക്കുന്ന പകൽപൂരത്തിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാർ വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ പൂരം പൂർണ്ണമാകും. കട്ടപ്പനയിൽ 8 വർഷം മുൻപ് അയൽക്കാരൻ നൽകിയ അലമാരയിൽ നിന്ന് കണ്ടെത്തിയ 7 പവൻ സ്വർണവും പണവും തിരികെ നൽകി മാതൃകയായി അയൽവാസി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം. മരിച്ചുപോയ തന്റെ അമ്മയുടെ അലമാരയാണ് ജിജോ എന്ന അധ്യാപകൻ അയൽവാസിയായ ബാബുവിന് നൽകിയത്. 11 വർഷം മുൻപ് ഒരു അപകടത്തിൽ മരിച്ചുപോയ ജിജോയുടെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലമാരയായിരുന്നു അത്. എന്നാൽ അലമാരയുടെ ഡ്രോ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ബാബു അലമാരയുടെ ഡ്രോ അഴിച്ചെടുത്തത്. അതിൽ ഒരു പേഴ്സിലായിട്ടാണ് സ്വർണവും പണവും ഉണ്ടായിരുന്നത്. സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും ലക്ഷങ്ങൾ വിലയുള്ള ആഭരണങ്ങൾ തിരികെ നൽകാൻ കാണിച്ച മനസ്സും അനുമോദിക്കേണ്ടത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടീമുകൾ മത്സരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് ജൂണിൽ വടക്കേ അമേരിക്ക വേദിയാകും. 48 രാജ്യങ്ങളുടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. 3 രാജ്യങ്ങളിലായി 16 വേദികൾ. കാനഡയിൽ 2ഉം മെക്സിക്കോയിൽ 3ഉം US-ൽ 11ഉം സ്റ്റേഡിയങ്ങളുടെ മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2002-ൽ ജപ്പാനിലും കൊറിയയിലുമായി നടന്ന ലോകകപ്പിലാണ് ഇതുവരെ കൂടുതൽ വേദികളിൽ മത്സരം നടന്നത്. 20 വേദികൾ. 2 രാജ്യങ്ങളിലുമായി 10 വീതം. 64 കളികളും നടന്നു. ഇത്തവണ 16 വേദികളിലായി 104 മത്സരങ്ങളുണ്ട്. 1994-ലാണ് അമേരിക്കയിൽ ഇതിനു മുൻപ് ലോകകപ്പ് നടന്നത്. ഫുട്ബോളിന് വലിയ ആരാധകരില്ലാത്ത രാജ്യത്ത് ലോകകപ്പ് നടത്തുന്നതിൽ അന്ന് വിമർശനമുയർന്നെങ്കിലും ടൂർണമെന്റ് വലിയ സാമ്പത്തിക വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോകകപ്പിനായി പൂർണ്ണ സജ്ജമാണ് അമേരിക്ക. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്തിലെത്തിയവരിൽ സ്ത്രീകളാണ് മുന്നിൽ. ഇത്തവണ സ്ത്രീ വോട്ടർമാരിൽ 81.19% വോട്ട് ചെയ്തു. സമീപകാലത്തെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന സ്ത്രീകളുടെ വോട്ട് ശതമാനമാണിത്. 2021-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ 7.25% കൂടുതലാണിത്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavardha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.